ഞാനും ശ്രീജും ശങ്കരിയും കൂടി അരൂർ പോയിട്ട് നമ്മുടെ ശ്രീലക്ഷ്മീനെ അണ്ണനെ എടുത്തിട്ട് നേരെ ചെല്ലാനത്തോട്ടാണ് പോയത്. ചെല്ലാനത്ത് എൻ്റെ അമ്മ വീടാണ് കേട്ടോ. അവിടെ മാമൻ്റെ മോൻ്റെ, അതായത് രാഹുലിൻ്റെ കുഞ്ഞിൻ്റെ പരിപാടിയായിരുന്നു, പേരിടൽ ചടങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അച്ഛനും വന്നില്ല, അമ്മക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു അമ്പലത്തിൽ, അച്ഛനും വന്നില്ല. ഞങ്ങളിതാ ചെന്നപ്പോൾ മാമൻ ഉണ്ടായിരുന്നു കേട്ടോ. സാന്ദ്രയൊക്കെ റെഡി ആവണമായിരുന്നു. പിന്നെ ആണെങ്കിലും ഇവർ പേരിടൽ ഓൾറെഡി നമ്മുടെ 28-ന് നടത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചരട് കെട്ടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 90 നടത്തിയത് നമ്മുടെ ഫാമിലി, അതേപോലെ കസിൻസ്, ഫ്രണ്ട്സ്, അവർക്കൊക്കെ വേണ്ടി ഒരു പരിപാടി ഇവർ നടത്തിയാണ്. ഒരു ചെറുതായിട്ട് വീട്ടിൽ സ്റ്റേജൊക്കെ കെട്ടി, നല്ല കുഞ്ഞ് സ്റ്റേജ്, നല്ല ഭംഗിയുള്ള സ്റ്റേജൊക്കെ കെട്ടി നമ്മുടെ തക്കുടൂനെ കൊണ്ടൊക്കെ എടുത്ത്, തക്കുടൂന്നാണ് ആളെ വിളിക്കണത്. അവൻ്റെ പേരിട്ടേക്കണത് നിലൈ കർണ എന്നാണ് കേട്ടോ. എൻ്റെ മാമനാണിത്. മാമന് ഒരു ചെറിയൊരു അപകടമൊക്കെ കഴിഞ്ഞ് ആളൊന്ന് റിക്കവറായിട്ട് വരുന്ന, ആക്റ്റീവായിട്ട് വരുന്നതിൽ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. മാമൻ അങ്ങനെയൊക്കെ ചിരിച്ചൊക്കെ കുഞ്ഞാവരോട് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും, കുഞ്ഞാവാണെങ്കിൽ നല്ല വെയിലും ചൂടുമായിട്ട് പോകണ ആള് സഹകരിച്ച് അവിടെ തൊട്ടില്ല അങ്ങനെ കിടന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിയൊക്കെ പോയിട്ടോ. പിന്നെ ആണെങ്കിൽ സ്വർണവും കാശും അങ്ങനെയൊക്കെ ആളുകൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഓൾറെഡി ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ല 28-ന്. പിന്നെ നമ്മൾ ഫ്രണ്ട്സ്, കസിൻസിൻ്റെ കാര്യം പറയുമ്പോഴാണ്, നമ്മളൊരു ഗ്യാങ്ങാണ് കസിൻസ് കേട്ടോ. അതിൽ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു, എന്നാലും കുറേ പേരൊന്നും ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും പണ്ട് ബാച്ചിലേഴ്സ് ആയിരുന്നവരും ഇന്ന് ഫാമിലി ആയിരുന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇന്നും നമ്മൾ ആ ഒരു സന്തോഷ സഹകരണം എന്നും നമ്മളുണ്ട്, അതെന്നും ഉണ്ടാവട്ടെ എന്ന് മതി കേട്ടോ. അങ്ങനെ അതാ ബിരിയാണിയൊക്കെ കഴിച്ചു, നല്ല ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് എല്ലാവരും കസിൻസ് എല്ലാവരും കൂടി നിന്നിട്ടാ. പിന്നെ എന്താണ്, അപ്പോൾ ആ പള്ളൂരത്തിൽ നിന്നാണേലും ചിന്നും ശ്രീനിച്ചേനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ബായ് പറഞ്ഞ് പോകണ്ടോ. സൺഡേ അല്ലേ, എല്ലാവർക്കും ഓരോരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറച്ച് നേരം എല്ലാവരും കൂടി നല്ല ഹാപ്പി ആയിട്ടിരുന്നു. പിന്നെ എന്നിട്ട് എല്ലാവരും ഓരോരുടെ സ്ഥലങ്ങളിലോട്ട് പോയേ. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ അമ്മായിമാരും ചേച്ചിമാരും എല്ലാവരും ഇരുന്നപ്പോൾ എല്ലാവരെയും ഒരാളെപ്പോലും വിടാതെ എല്ലാവരും ഞാൻ ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കുട്ടിയുടെ അമ്മ സാന്ദ്ര, നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുട്ടിയുടെ അച്ഛൻ രാഹുൽ, എൻ്റെ ബ്രദറെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ബായിയൊക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ബീച്ചിലോട്ടാണ് കേട്ടോ. ചെല്ലാനെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കടൽ, ബീച്ച്, അത് കാണാതെ എങ്ങനെയാണല്ലേ പോവുക. അപ്പോൾ ചിന്നൂരൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നട്ടാറ വെയിലത്ത് ഞങ്ങൾ കടലിൽ പോയിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട്